അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ എവിടുന്ന് എതിർത്താലും അതിനെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ അതിന് നമ്മൾ മറുപടി പറയുകയല്ലേ ചെയ്യും, യാതൊരു സംശയമില്ല. അതുകൊണ്ടുള്ള ഇന്ന് മുമ്പ് നമ്മളെ മഹാന്മാരാവുന്ന മുൻഗാമികളായ ഉസ്താദന്മാർ വിദേഹത്തിനെതിരിൽ അവർ ശക്തമായി പ്രതിരോധിച്ചു. പിന്നെ ഒരു ചെറിയ നിലക്ക് നമ്മളെ ഭാഗത്തിൽ നിന്നിട്ട് ആ പ്രതിരോധത്തിലൊരു ശക്തി കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കപ്പെടുന്നു. അതിൻ്റെ ചില അനുഭവങ്ങളാണ് നമ്മളിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് ഏതൊരു കുല്ലിയായ രണ്ട് മായനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും അതിൻ്റെ ഇടയിൽ നാലാളൊരു നിസ്ബ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അത് ഒന്നിരിക്കൽ തസാവിയായിരിക്കും, അല്ലെങ്കിൽ തബായിനായിരിക്കും, തബായിന് കുല്ലിയായിരിക്കും, അതല്ലെങ്കിൽ ഉമൂമ് മീൻ വജിയായിരിക്കും, അല്ലെങ്കിൽ ഉമൂമ് മുത്തലക്കായിരിക്കും. അപ്പം മുൻഗാമികളാവുന്ന നമ്മളെ ഉസ്താദന്മാർ നമ്മളെ പഠിപ്പിച്ച് തന്നൊരാശയമുണ്ട്. ചില ആശയങ്ങൾ, ചില മായനകൾ തമ്മിലുള്ള നിസ്ബ അത് ഉമൂമ് ഖുസൂസ് മീൻ വജിയാണെന്നുള്ളത്. ആ ഉമൂമ് ഖുസൂസ് മീൻ വജിയാവുന്ന ആ നിസ്ബ മാറ്റിയിട്ട് തസാവിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഞാൻ പറയണത് നിങ്ങൾക്ക് ഉസ്താദന്മാർക്കൊക്കെ അറിയും, ഞാനത് അതുകൊണ്ടാണ് വ്യക്തമാക്കി പറയാത്തത്. അത് നമ്മൾ ചില ആളുകൾ ഇപ്പോൾ കണ്ടില്ലേ, ചില ആളുകൾ ചില വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെ ശക്തമായി എതിർക്കുക, അതിന് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത വേദികൾ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടികളിൽ എല്ലാ ആളുകളും ഉണ്ടാവുമല്ലോ. സുന്നികൾ അതിലുണ്ടാവും, മുജാഹിദീങ്ങളുണ്ടാവും, സുന്നി മുജാഹിദും അല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഇവരെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികളാവുമ്പോൾ അവർ വേദികൾ ഒരിക്കലും സുന്നത്ത് ജമാഅത്തിനെയോ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളെയൊക്കെ എതിർക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. നമുക്കത് മറുപടി പറയാൻ അറിയാത്തതുകൊണ്ടൊന്നുമല്ല, മറുപടി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുകയല്ല. അങ്ങനെ ചില ആളുകൾ ധരിക്കുന്നുണ്ട്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങൾ എവിടുന്ന് എതിർത്താലും അതിനെതിരെ നമ്മൾ ശബ്ദിക്കുമ്പോൾ അതിന് നമ്മൾ മറുപടി പറയുകയല്ലേ ചെയ്യും, യാതൊരു സംശയമില്ല. അതുകൊണ്ടുള്ള മുൻകഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങൾ അങ്ങനെയായിരുന്നു. പുളിക്കൽ വെച്ച് ചില ആളുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അഥവാ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശങ്ങൾ എതിർത്തു. അന്ന് അതിൻ്റെ ഉടനെ തന്നെ പിറ്റേന്ന് അവിടെ സമ്മേളനം ഉണ്ടാക്കി. മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, മഹാനാവുന്ന ഷെയ്ഖുന ശംസുൽ ഉലമയും ഷെയ്ഖുന കണ്ണിത്ത് ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ആ വേദിയിൽ പങ്കെടുത്തു. ശക്തമായി അവർ പ്രസംഗിച്ചു കൊടുത്തു. ഇതാണ് അവർ നമുക്ക് കാണിച്ചു തന്നതായ മാർഗം. അതുകൊണ്ടാണ് നാട്ടിക മൂസ മുസ്ലിയാർ മുമ്പ് പറഞ്ഞല്ലോ, ചില മായനകൾ തമ്മിലുള്ള ബന്ധം, കുല്ലിയായ മായനകൾ നമ്മൾ എടുത്തു നോക്കിയാൽ അത് തമ്മിലുള്ള ബന്ധം ഉമൂമ് ഖുസൂസ് മീൻ വജിയായിരിക്കും. അതിന് നടന്നാൽ മതി. ഉമൂമ് ഖുസൂസ് മീൻ വജി തന്നെയാണ്. അതായത് ചില ആളുകളിൽ രണ്ടും ഉണ്ടാവാം, ചില ആളുകളിൽ രണ്ട് ഇഫ്തിറാഖിൻ്റെ മാധ്യം ഉണ്ടാവും, ഒരു ഇജ്തിബാഇൻ്റെ മാധ്യം ഉണ്ടാവും. അതാണ് ഉമൂമ് ഖുസൂസ് മീൻ വജി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതല്ലോ. അപ്പോൾ രണ്ട് ഇഫ്തിറാഖിൻ്റെ മാധ്യം ഉണ്ടാവും, ഒരു ഇജ്തിബാഇൻ്റെ മാധ്യം ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് അത് ഉണ്ടാവേണ്ടതും. അങ്ങനെയാണ് ചില സംഘടനകളോ ചില ആശയങ്ങളോ ചില കുല്ലിയാവുന്ന ചില മായനകളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. അത് നമ്മൾ പിന്നെ തസാവിയാക്കാൻ വേണ്ടി ചില ആളുകൾ കിടന്ന് വലിയ ശ്രമം നടത്തുകയാണ്. എന്തിനതിൻ്റെ ആവശ്യം? തസാവി ആവില്ല അത്. കാരണം ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ചില വേദികളിൽ വെച്ചുകൊണ്ട് പ്രസംഗിച്ചതായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങളെ തവസ്സുൽ ഇസ്തിഗാസനെയൊക്കെ എതിർത്ത് ചില പ്രസംഗങ്ങൾ നമ്മൾ കേട്ടില്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പാണല്ലോ അതെങ്ങനെയായിരുന്നാലും അതും ഇതും തസാവിയാവില്ല എന്നുള്ളത്. തസാവി എന്നുള്ളതായ ഒരു നിസ്ബ ഈ രണ്ടെണ്ണത്തിൻ്റെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാവുകയും ചെയ്യില്ല. പിന്നെ അതിനു വേണ്ടി ഇങ്ങനെ കയറി പറഞ്ഞ് വെറുതെ ശക്തമായി കൊണ്ടിട്ട് വിഭാഗീയത ഉണ്ടാക്കുന്നതായ ഒരു പ്രവർത്തനം നമ്മളെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് പോകേണ്ടത്. നമ്മളിൽ നിന്നുള്ള ആളുകൾ തന്നെ പരസ്പരം നമ്മൾ കൂട്ടിപ്പിടിച്ചു. ഇപ്പോൾ ഒരു പരിപാടി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ പരിപാടിയിൽ എല്ലാ വിഭാഗത്തിൽ നമ്മൾ പരസ്പരം നമ്മൾ
നമുക്കിഷ്ടമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ടാണ് ഈ കാര്യം മുന്നിട്ടാണ് നമ്മൾ ആ സംഘടന, നമ്മളെ പരിപാടി നമ്മൾ സംവിധാനം ചെയ്യേണ്ടത്. സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഏത് പരിപാടികൾ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജമിയത്തുൽ മുദരിസീൻ ആകുമ്പോൾ ജമിയത്തുൽ മുദരിസീനിൽ ഉൾക്കൊള്ളിക്കേണ്ട ആളുകളെ പലരും ഉണ്ടാവും, അവരെ നമ്മൾ ഉൾക്കൊള്ളിക്കണം. അത് ആളുകളെ നോക്കേണ്ട ആവശ്യമില്ല. അത് അയാൾ നമ്മൾക്ക് എതിരിൽ പറഞ്ഞാണല്ലോ അല്ലെങ്കിൽ പറയാത്ത ആളാണല്ലോ, ഇതിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വിഭാഗീയത ഇല്ലാതെ നിലക്ക് പരസ്പരം നമ്മൾ ഒന്നിച്ചു കൊണ്ടിട്ട് ഒരേ ശബ്ദത്തിലായിക്കൊണ്ടാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ആ നിലക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം വരാൻ പോവാണ്. അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാവരും നടക്കുക. സമസ്തൻ്റെ കീഴിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. സമസ്തക്ക് വേണ്ടി പ്രവർത്തിക്കുക. സമസ്തയുടെ ആശയാദർശങ്ങൾ അതിനെ പരിഹസിക്കണേ, അതിനെ എതിർക്കണ പലരും ഉണ്ടാവും, ലോകത്ത് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഓരോ നമ്മളെ ആശയങ്ങളെ എതിർക്കുന്ന ആളുകളുണ്ടാവും. എന്നാൽ അതൊക്കെ നിസ്സാരവൽക്കരിക്കല്ല വേണ്ടത്. അല്ലെങ്കിൽ അതിന് അവരോട് വിശദീകരണം ചോദിക്കല്ല. ഇതിനൊക്കെ എന്താണ് വിശദീകരണം ചോദിക്കാൻ? ആരോട് എന്തൊന്നും വിശദീകരണം ചോദിക്കേണ്ടതല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഒരു ആശയത്തിനെ പച്ചയിൽ ഒരാൾ എതിർക്കുമ്പോഴും അതിന് വിശദീകരണം ചോദിക്കല്ലേ, ശക്തമായി മറുപടി പറയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ നിലക്ക് സമസ്തനെ ശക്തിപ്പെടുത്താൻ പറ്റുന്നതായ ഉൽപ്പാദനങ്ങളാവണം നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നത്. അതിന് പറ്റുന്നതായ ആനിമ്യങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഈ സംരംഭം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ എന്നുകൂടി ദുആ ചെയ്യുന്നു എന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.